ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് 4ാം ക്ലാസ്സിലെ മാത്സിന്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഈ വർഷം മുതൽ ക്വസ്റ്റ്യൻ പേപ്പർ മാതൃകയ്ക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്താണ് അതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ആക്ടിവിറ്റിയിലേക്ക് കടക്കാം. ആക്ടിവിറ്റി 1, ലെറ്റ്സ് ഡ്രോ ആൻഡ് ഫൈൻഡ്. Meera and her friends came to watch the competitions. Many competitions are available for children. First item is drawing pictures and they reached there. See what was written there. Come on, let's draw a picture. Question A. Draw a picture using circle and rectangle. സർക്കിളും റെക്റ്റാങ്കിളും വൃത്തവും ചതുരവും മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഒരു ചിത്രം വരയ്ക്കേണ്ടതുണ്ട്. ടീച്ചർ ഇവിടെ മോഡൽ കാണിക്കാം. ഏകദേശം ഈ മോഡൽ നമുക്ക് എന്തും വരയ്ക്കാം കേട്ടോ. സർക്കിളും റെക്റ്റാങ്കിളും മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. വേറെ ഒരു ഷേപ്പും അവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ക്വസ്റ്റ്യൻ ബി, ഹൗ മെനി റെക്റ്റാങ്കിൾസ് ആർ ദർ ഇൻ ദ പിക്ചർ യു ഹാവ് ഡ്രോൺ. നിങ്ങൾ വരച്ച ചിത്രത്തിൽ, നിങ്ങൾ വരച്ച പിക്ചറിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? അപ്പോൾ ടീച്ചർ കാണിച്ച ഈ ഒരു മോഡലിൽ ആകപ്പാടെ ഒരു റെക്റ്റാങ്കിളേ ഉള്ളൂ. അപ്പോൾ 1 എന്ന ആൻസർ വരും. നിങ്ങൾ ഏത് പിക്ചറാണോ വരച്ചേ അതിൽ എത്ര റെക്റ്റാങ്കിൾ ഉണ്ട് എന്ന് കൗണ്ട് ചെയ്തിട്ട് വേണം ഇവിടെ ഈ ഒരു ബോക്സിൽ എഴുതാനായിട്ട്. ക്വസ്റ്റ്യൻ സി, പുട്ട് എ എക്സ് മാർക്ക്, അതായത് ഇൻറ്റു മാർക്ക് അഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ്മെന്റ് വിച്ച് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് എ റെക്റ്റാങ്കിൾ. അതായത് ചതുരത്തിന്റെ പ്രത്യേകതയല്ലാത്തതിന് നേരെ നമ്മൾ ഇൻറ്റു മാർക്ക് അടയാളപ്പെടുത്തണം. അപ്പൊ നമുക്ക് നോക്കാം. ഒന്നാമത്തെ, ഹാവ് 4 sides, അതായത് 4 വശങ്ങളുണ്ട്. അപ്പൊ ചതുരത്തിന് റെക്റ്റാങ്കിളിന് 4 വശങ്ങളുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ ഇത് കറക്റ്റ് ആണ്. അപ്പൊ ആ ബോക്സിൽ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. റോങ് ഏതാന്ന് കണ്ടുപിടിച്ച് അതിന് നേരെയാണ് നമ്മൾ ഇൻറ്റു മാർക്ക് ഇടേണ്ടത്. അടുത്ത് നോക്കാം. ഹാവ് 4 corners, 4 മൂലകളുണ്ട്. അത് കറക്റ്റ് ആണ് അല്ലേ? അപ്പോൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. മൂന്നാമത്തെ ഓപ്ഷൻ നോക്കാം. ഓപ്പോസിറ്റ് സൈഡ്സ് ആർ നോട്ട് ഈക്വൽ എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് എതിർവശങ്ങൾ തുല്യമല്ല എന്നാണ് പറയുന്നത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലേ? എതിർവശങ്ങൾ, റെക്റ്റാങ്കിളിന്റെ എതിർവശങ്ങൾ തുല്യമാണ്. അപ്പോൾ ഓപ്ഷൻ 3 ആണ് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ അതിന് നേരെ എന്ത് ചെയ്യാം? ഇൻറ്റു മാർക്ക്, അതായത് റോങ് മാർക്ക് അടയാളപ്പെടുത്തുക. Question D. Here is a picture drawn by Veena. How many rectangles are there in it? അപ്പോൾ ഈ ചിത്രത്തിൽ എത്ര റെക്റ്റാങ്കിൾസ് ഉണ്ട്? എത്ര ചതുരങ്ങളുണ്ട്? അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം അതിൻ്റെ ഉള്ളിൽ 1, 2, 3 3 ചതുരങ്ങളുണ്ട് അല്ലേ? പിന്നെ ഏറ്റവും വലിയ ചതുരം, മുകളിലത്തെ ഏറ്റവും വലിയ ചതുരമാണ് 4ാമത്തെ ചതുരം. ഇനി 5ാമത്തെ ചതുരം കൂടിയുണ്ട്. അതാണ് ആ 2 ചെറിയ ചതുരങ്ങൾ ചേർന്ന ചതുരം. അത് 5ാമത്തെയാണ്. അങ്ങനെ മൊത്തം 5 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഒന്നുകൂടിയും പറയാം. ഉള്ളിൽ ആ മൊത്തം വലിയ റെക്റ്റാങ്കിളിൻ്റെ ഉള്ളിൽ 3 റെക്റ്റാങ്കിൾസ് ഉണ്ട്. അപ്പം 3 കൗണ്ടായി. അത് കഴിഞ്ഞ് ഏറ്റവും വലിയ റെക്റ്റാങ്കിൾ 4ാമത്തെ കൗണ്ടായി. അത് കഴിഞ്ഞാൽ ആ 2 ചെറിയ റെക്റ്റാങ്കിൾസ് ചേർന്നതാണ് 5ാമത്തെ കൗണ്ട്. അങ്ങനെ മൊത്തം 5 റെക്റ്റാങ്കിൾസ് ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ആക്ടിവിറ്റി 2. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിനേക്കാൾ മുൻപ് 1ാം പാഠത്തിന്റെയും 2ാം പാഠത്തിന്റെയും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. അതുപോലെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എല്ലാം PDF നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. ടെലിഗ്രാം ചാനലിലെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും കൊടുത്തേക്കാം. ആക്ടിവിറ്റി 2A എന്ന് കാണാം. തൊട്ട് താഴേക്ക് പോകുമ്പോൾ ആക്ടിവിറ്റി 2B എന്ന് കാണാം. അതായത് ആക്ടിവിറ്റി 2വിന് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നുകൂടി പറയാം. ആക്ടിവിറ്റി 2വിന് 2 ഓപ്ഷൻസ് ഉണ്ട്. അതിലേതെങ്കിലും ഒന്ന് നിങ്ങൾ എഴുതിയാൽ മതി. കുട്ടികൾക്ക് ഏതാണോ ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അത് മാത്രം ചെയ്യാം. ഏത് ചെയ്താലാണ് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക എന്ന് വായിച്ചു നോക്കാം 2 ക്വസ്റ്റ്യനും. ഏതാണോ നിങ്ങൾക്ക് കൂടുതൽ ഈസി അത് മാത്രം അറ്റൻഡ് ചെയ്യുക. രണ്ടും ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല. ആക്ടിവിറ്റി 2A ഉണ്ട്, ആക്ടിവിറ്റി 2B ഉണ്ട്. അതിൽ ഒരെണ്ണം മാത്രം ചെയ്യാം. നിങ്ങളിത് വായിക്കേണ്ടത് എപ്പോഴാണ്? നിങ്ങൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ആയിരിക്കും. ആ 15 മിനിറ്റിൽ ഈ 2 ഓപ്ഷൻസ് വായിച്ച് നിങ്ങൾ ഏതാണ് ചെയ്യാൻ പോകുന്നത് എന്ന് നിങ്ങൾ ഉറപ്പിക്കണം. അതിനുശേഷം എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീരുമാനിച്ച ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ആക്ടിവിറ്റി 2A, കം വിൻ എ പ്രൈസ്. Some instructions are placed on the other part of the exhibition counter. If you write the numbers as per the instructions, you will get a prize. അതായത് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഇൻസ്ട്രക്ഷൻസ് വായിച്ച് എന്ത് ചെയ്യണം? നമ്മളെ നമ്പർ കണ്ടുപിടിച്ച് എഴുതണം. Question A. See the instructions received by Meera. Find the number and write it on the number strip. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ആക്ടിവിറ്റിയാണ്. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. ആ തന്നിരിക്കുന്ന നമ്പർ ഏതാന്ന് കണ്ടുപിടിച്ച് ആ ബോക്സിനകത്ത് എഴുതാം. അത്രയേ ഉള്ളൂ. നമുക്ക് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ വായിക്കാം. 300s
8 tens, 5 thousands, 4 ones. അപ്പം നമുക്കിവിടെ താഴെ നമ്പർ സ്ട്രിപ്സ് കാണാം അല്ലേ? അപ്പം നമ്പർ സ്ട്രിപ്സിൽ 300s എന്ന് പറയുമ്പോൾ 100ന് നമ്പർ സ്ട്രിപ്പ് ഏതാണ്? 100 എന്ന് പറയുമ്പോൾ 3 സ്ഥാനമുണ്ട് അല്ലേ? അപ്പോൾ 300 എന്ന് എഴുതുക. അവിടെ രണ്ടാമത്തെയാണ് വരുന്നത്. ഇനി 8 tens എന്ന് പറയുമ്പോൾ 80, 5 thousands എന്ന് പറയുമ്പോൾ 5000, 4 ones എന്ന് പറയുമ്പോൾ 4. അത് കറക്റ്റായിട്ട് എഴുതുക. അപ്പം നമ്പർ എത്ര കിട്ടി? 5384, 5384. അടുത്ത് നോക്കാം. 4 thousands, 3 tens join to form. ഏതാണ് നമ്പർ? 4000ഉം 3 tensഉം ചേർന്നാൽ 4030, 4030. അടുത്ത് നോക്കാം. ദ നമ്പർ വിത്ത് 2500, 8 tens and 4 ones എത്രയാണ്? 2584. 2500s എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2500 ആണ്. 2500 ആണ്. അപ്പോൾ 2584. അടുത്ത് നോക്കാം. 1 less the small 4 digit number. അവിടെ ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് അവിടെ വന്നിട്ടുള്ളത്. സ്മോൾ അല്ല, സ്മോളസ്റ്റ് 4 digit നമ്പർ എന്നാണ് കേട്ടോ. ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ, ദ സ്മോളസ്റ്റ് 4 digit നമ്പറിനേക്കാളും 1 കുറവ്, 1 ലെസ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ചെറിയ 4 അക്ക സംഖ്യ ഏതാണ്? 1000 ആണ്. 1000ൽ നിന്ന് 1 കുറച്ചാലുള്ള സംഖ്യ ഏതാണ്? 999. Question B. Which is the correct statement about 2160? 2160. Option A. 2000s and 6 tens. അപ്പോൾ 2000സും 6 tens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2060 ആവുള്ളൂ. അപ്പോൾ അത് റോങ് ആണ്. ഓപ്ഷൻ ബി നോക്കാം. 2000s and 60 tens. അതായത് 2000സും 60 tensഉം. 2000s എന്ന് പറഞ്ഞാൽ 2000, 60 tens എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600. അപ്പോൾ 2600 ആണ് ആവുന്നത്. അപ്പോൾ ആ ഓപ്ഷനും തെറ്റാണ്. ഓപ്ഷൻ സി നോക്കാം. 2000s and 16 tens. അപ്പോൾ 2000s എന്ന് പറഞ്ഞാൽ 2000, 16 tens എന്ന് പറഞ്ഞാൽ 160. അപ്പോൾ 2160. അപ്പോൾ അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ അതിന് നേരെ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ടിക്ക് വരയ്ക്കുക അല്ലെങ്കിൽ അണ്ടർലൈൻ ചെയ്യുക, എന്തെങ്കിലും ചെയ്യാവുന്നതാണ് കേട്ടോ. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 2B. അപ്പം നേരത്തെ പറഞ്ഞിരുന്നു ആക്ടിവിറ്റി 2A ഉണ്ട്, ആക്ടിവിറ്റി 2B ഉണ്ട്. നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ആക്ടിവിറ്റി 2B നോക്കാം. ലെറ്റ്സ് മേക്ക് നമ്പേഴ്സ്. സീ ദ നമ്പർ കാർഡ് സാന്ദ്ര ഗോഡ്. സാന്ദ്രയ്ക്ക് കിട്ടിയ നമ്പർ കാർഡ് നോക്കൂ. Which of the number strips given here will make the number on the card with Sandra? സാന്ദ്രയുടെ കയ്യിലുള്ള കാർഡ് നോക്കൂ ആദ്യം. 6475. അപ്പോൾ അത് കിട്ടാനായിട്ട് ഏതൊക്കെ നമ്പർ സ്ട്രിപ്സ് ആണ് ഈ ഓപ്ഷനിൽ നിന്ന് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്? അപ്പോൾ നോക്കാം. ഇപ്പോൾ 6475 ആണ്. അപ്പോൾ 1000ന്റെ പ്ലേസിൽ നമുക്ക് 6000 ആണ് വേണ്ടത് അല്ലേ? അപ്പോൾ നോക്കാം. ഓപ്ഷനിലുണ്ട് 6000. അത് തിരഞ്ഞെടുത്ത് എഴുതുക. അടുത്തത് നോക്കാം. 400 ആണ് 100ന്റെ പ്ലേസിൽ വേണ്ടത്. അപ്പോൾ 400ന്റെ സ്ട്രിപ്പ് എടുത്ത് അവിടെ എഴുതുക. അടുത്തത് 70, അവസാനം 5. 6475. Option B. Write the largest 4-digit number that can be formed using the given strips. തന്നിരിക്കുന്ന സ്ട്രിപ്സ് ഉപയോഗിച്ച് നിർമ്മിക്കാവുന്ന ഏറ്റവും വലിയ 4-digit നമ്പർ, 4 അക്ക സംഖ്യ ഉണ്ടാക്കണം. അപ്പോൾ നോക്കാം. ഇതിൽ 4-digit നമ്പർ എന്ന് പറയുമ്പോൾ 1000ന്റെ പ്ലേസിൽ ഏത് വരാമെന്ന് നോക്കാം. ഏറ്റവും വലുതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നോക്കാം. നമുക്ക് ഇവിടെ 1000ൽ ഏതൊക്കെ വരുന്നുണ്ട്? 9000 വരുന്നുണ്ട്, 6000 വരുന്നുണ്ട്, 7000 വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ 9000 എടുക്കാം. അടുത്തത് നോക്കാം. അടുത്തത് 100ന്റെ പ്ലേസിൽ നമുക്ക് എന്തൊക്കെ വരുന്നുണ്ട്? 400 വരുന്നുണ്ട്, 500 വരുന്നുണ്ട്, 600 വരുന്നുണ്ട്, 800 വരുന്നുണ്ട്, 300 വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലുത് ഏതാണ്? 800 ആണ്. അടുത്ത് നോക്കാം. 10ന്റെ പ്ലേസിൽ ഏതൊക്കെ വരുന്നുണ്ട്? 50 വരുന്നുണ്ട്, 60 വരുന്നുണ്ട്, 70 വരുന്നുണ്ട്, 90 വരുന്നുണ്ട് ഇല്ലേ? അപ്പോൾ നമുക്കിവിടെ 90 എടുക്കാം. ഏറ്റവും വലുതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 90 എടുക്കാം. ഇനി 1ന്റെ പ്ലേസിൽ ഏതൊക്കെ വരുന്നുണ്ട്? 654 വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും വലുത് 6 എടുക്കാം. അപ്പോൾ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? ഈ സ്ട്രിപ്സ് വെച്ചുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ നമ്പർ 9896. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Question C. Take a bead from the thousands place on the abacus and place it on the tens place. അതായത് 1000ന്റെ പ്ലേസിൽ നിന്നുള്ള ഒരു ബീഡ് എടുത്തിട്ട് 10ന്റെ പ്ലേസിലോട്ട് ഇടുക. വിച്ച് ഈസ് ദ നമ്പർ യു ഗോട്ട് നൗ? ഇപ്പൊ കിട്ടിയ നമ്പർ ഏതാണ്? അപ്പൊ 1000ന്റെ പ്ലേസിൽ 4 ബീഡ്സ് ഉണ്ടായിരുന്നു. 4ൽ നിന്ന് ഒരു ബീഡ് എടുത്ത് 10ന്റെ പ്ലേസിൽ ഇട്ടു. അപ്പൊ എത്രയാ കിട്ടുക നമുക്ക്? 3010. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഡി.
ഫൈൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഫസ്റ്റ് നമ്പർ ആൻഡ് ദ നമ്പർ യു ഗോട്ട് നൗ. നിങ്ങൾക്ക് ആദ്യം കിട്ടിയ നമ്പറും അത് കഴിഞ്ഞ് കിട്ടിയ നമ്പറും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ മൈനസ് ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ നമ്പർ എത്രയായിരുന്നു? 4000 ആയിരുന്നു. അടുത്തത് കിട്ടിയ നമ്പർ എത്രയായിരുന്നു? 3010 ആയിരുന്നു. ഇത് രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുമ്പോൾ 4000 നിന്ന് 3010 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 990 എന്ന് ഉത്തരം കിട്ടും. അതാണ് ഡിഫറൻസ്. ക്വസ്റ്റ്യൻ ഡി, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് 5083? 5083 ഇതിലെ ഏതാണ്? അപ്പൊ നമുക്ക് ഓപ്ഷനിൽ നോക്കൂ. ഓപ്ഷൻ 3 അതാണ് 5083, 5083. അപ്പോൾ ടീച്ചർ 2Aയും 2Bയും പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഈസി ആയിട്ട് തോന്നുന്നത് എന്ന് വെച്ചാൽ അത് വേണം നിങ്ങൾ അറ്റൻഡ് ചെയ്യാനായിട്ട്. അടുത്തത് നോക്കാം. ആക്ടിവിറ്റി 3, ഹൗ മെനി children are lined up to buy tickets for an exhibition. Mira's position is 13th from both the ends. അതായത് എക്സിബിഷൻ ആയിട്ട് കുട്ടികൾ ടിക്കറ്റ് വാങ്ങാനായിട്ട് ലൈനായിട്ട് നിൽക്കുകയാണ്. മീരയുടെ പൊസിഷൻ എന്ന് പറയുന്നത് മുന്നിൽ നിന്നും പുറകിൽ നിന്നും 13ാമത്തെയാണ്. മീരാസ് പൊസിഷൻ ഇസ് 13th ഫ്രം ബോത്ത് ദ എൻഡ്സ്. മുന്നിൽ നിന്നും പുറകിൽ നിന്നും 13ാമത്തെ ആളാണ് മീര. ഹൗ മെനി ചിൽഡ്രൻ ആർ ദർ ഇൻ ദ ലൈൻ? അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് മുന്നിൽ നിന്ന് 13ാമത്തെ ആളാണ് മീര. അതായത് മീരയുടെ മുൻപിൽ 12 കുട്ടികളുണ്ട് അല്ലേ? 12 കുട്ടികൾ പ്ലസ് മീര, ആ ഒരു രീതിയിലാണ് നിൽക്കുന്നത്. പുറകിൽ നിന്നും 13ാമത്തെ ആളാണ് മീര. അതായത് മീരയുടെ പുറകിൽ എത്ര പേരുണ്ട്? 12 പേരുണ്ട്. അപ്പോൾ ഒന്ന് ഇമാജിൻ ചെയ്യുക, 12 കുട്ടികൾ, 12 പ്ലസ് മീരയെ 1, ഒരു കുട്ടിയല്ലേ മീര, അപ്പോൾ 1 പ്ലസ് മീരയുടെ പുറകിലും 12 കുട്ടികളുണ്ട്, 12. ഇതാണ് ആ വരിയുടെ ഒരു മൊത്തം കുട്ടികൾ നിൽക്കുന്ന ഒരു രീതി. ആ 12 മുൻപിൽ പ്ലസ് മീരയുടെ 1, പുറകിലും 12. അപ്പോൾ ആകെ കുട്ടികൾ എത്രയായിരിക്കും? മീരയുടെ മുൻപിലത്തെ 12ഉം മീരയുടെ പുറകിലത്തെ 12ഉം കൂട്ടുമ്പോൾ 24 പേര്. പിന്നെ മീരയെ കൂട്ടുമ്പോൾ 1. അപ്പോൾ 24 പ്ലസ് 1 25. ക്ലിയർ ആയല്ലോ? അടുത്തത് ക്വസ്റ്റ്യൻ ബി. Mitra standing at the beginning of the line got the ticket number 2789. അതായത് ആ വരിയുടെ ഏറ്റവും മുന്നിലാണ് മിത്ര നിൽക്കുന്നത്. മിത്രയുടെ ടിക്കറ്റ് നമ്പർ 2789 ആണ്. വാട്ട് വിൽ ബി ദ ടിക്കറ്റ് നമ്പർ ഓഫ് സാന്ദ്ര സ്റ്റാൻഡിങ് അറ്റ് ദ എൻഡ്? അങ്ങനെയാണെങ്കിൽ ആ വരിയുടെ ഏറ്റവും അവസാനം നിൽക്കുന്ന കുട്ടിയായ സാന്ദ്രയുടെ ടിക്കറ്റ് നമ്പർ എത്രയാണ്? അപ്പൊ നോക്കാം. ആദ്യത്തെ കുട്ടിയുടെ ടിക്കറ്റ് നമ്പർ 2789 അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? നമുക്കറിയാം ആകെ 25 കുട്ടികളാണ് ആ വരിയിലുള്ളത്. അപ്പൊ അവസാനത്തെ കുട്ടിയുടെ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് ആദ്യത്തെ കുട്ടിയുടെ നമ്പറിന്റെ കൂടെ 24 ആഡ് ചെയ്യുക. 25 അല്ല, 24 ആഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 2813, 2813. Question C. Tickets cost is 2500 rupees. They have 500 rupee notes in hand. How many notes they should pay? ഇത് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. 2500 രൂപയായി ടിക്കറ്റിന്റെ വില. അവരുടെ കയ്യിലുള്ളതെല്ലാം 500ന്റെ നോട്ടുകളാണ് എന്നുണ്ടെങ്കിൽ എത്ര 500 രൂപയുടെ നോട്ടുകളാണ് അവരെ കൊടുക്കേണ്ടത്? സിമ്പിൾ ആണ്. എത്ര 500കൾ ചേർന്നാലാ 2500 ആവാം? 5 അല്ലേ? 500 മേക്സ് 2500. അപ്പൊ 5 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ക്വസ്റ്റ്യൻ ഡി. സീ ദ നമ്പർ കാർഡ്സ് മനു ഹാസ്. മനുവിന്റെ കയ്യിലുള്ള നമ്പർ കാർഡുകൾ നോക്കുക. ദീസ് ആർ ടു ബി അറേഞ്ച്ഡ് ഫ്രം ദ ലാർജസ്റ്റ് ടു സ്മോളസ്റ്റ്. ഈ നമ്പേഴ്സ് എല്ലാം വലുതിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്യണം. പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ റൈറ്റ് ആൻസർ. അപ്പോൾ ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ ഓപ്ഷനിൽ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നോക്കി ടിക്ക് അടിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആദ്യം നമ്പേഴ്സ് നോക്കാം. അപ്പൊ ഏറ്റവും വലിയ നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാം? തൗസൻഡ്സിന്റെ പ്ലേസിലായി നോക്കാം. അപ്പൊ തൗസൻഡിന്റെ പ്ലേസിൽ നോക്കുമ്പോൾ 33443. 3 ഉണ്ട്, 4 ഉണ്ട് തൗസൻഡിന്റെ പ്ലേസിൽ അല്ലേ? അപ്പൊ 3 ആണോ 4 ആണോ വലുത്? 4 ആണ് വലുത്. അപ്പൊ 4ൽ തുടങ്ങുന്ന 2 നമ്പേഴ്സ് ഉണ്ട് ഇല്ലേ? 4368 ഉണ്ട്, 4863 ഉണ്ട്. ഇതിലേതാണ് വലുതെന്ന് എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പൊ 1000ന്റെ പ്ലേസിൽ രണ്ടും സെയിം ആണ്. അപ്പൊ നമുക്കിനി 100ന്റെ പ്ലേസ് നോക്കാം. 100ന്റെ പ്ലേസ് നോക്കുമ്പോൾ ആദ്യത്തെ നമ്പറിൽ 3യും രണ്ടാമത്തെ നമ്പറിൽ 8ഉം ആണ്. അപ്പൊ 8 ആണ് വലുത്. അപ്പൊ 4863 ആണ് ഏറ്റവും വലിയ നമ്പർ. അപ്പൊ നമുക്കിവിടെ ഓപ്ഷനിൽ നോക്കാം. 4863ൽ തുടങ്ങുന്ന ഓപ്ഷൻസ് ഉണ്ടോ എന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ 2ഉം ഓപ്ഷൻ 3യും 4863 സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓപ്ഷൻ 1 ഒരിക്കലും ആൻസർ ആയിട്ട് വരില്ല. ക്ലിയർ ആയല്ലോ? ഇനി ആ ഓപ്ഷൻ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല, അതൊരിക്കലും ഓപ്ഷൻ ആയിട്ട് വരില്ല, കാരണം അതിന്റെ സ്റ്റാർട്ടിംഗ് നമ്പർ തന്നെ റോങ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കാം. ഈ രണ്ട് ഓപ്ഷൻ നോക്കുമ്പോൾ ഓപ്ഷൻ 2ലും ഓപ്ഷൻ 3യിലും രണ്ടാമത്തെ നമ്പറും സെയിം ആണ്, മൂന്നാമത്തെ നമ്പർ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ നമുക്കിനി മൂന്നാമതായിട്ട് ഏറ്റവും വലുത് ഏത് വരുമെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ 3000ലാണ് ബാക്കി പോകുന്നത്, കാരണം 4000 രണ്ട് നമ്പർ നമ്മളോട് എഴുതി കഴിഞ്ഞു. ഇനി 3000 നോക്കുമ്പോൾ ഏതാണ് ഏറ്റവും വലുത് വരുന്നത്? എല്ലാം 3000 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 100ന്റെ പ്ലേസ് നോക്കുമ്പോൾ 4 ഉണ്ട്, 6 ഉണ്ട്, 8 ഉണ്ട്. 8 ആണ് ഏറ്റവും വലുത് അല്ലേ? അപ്പോൾ തേർഡ് നമ്പർ ആയിട്ട് 3864 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം അതെവിടെയാണ് വരുന്നത്. അത് വരുന്നത് ഓപ്ഷൻ 2ലാണ്. അപ്പോൾ ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ബാക്കി നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഇത്രയും കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത് ഓപ്ഷൻ 2 മാത്രമാണ്. ബാക്കി രണ്ട് ഓപ്ഷനും എലിമിനേറ്റഡ് ആയിട്ട് പോയി. അപ്പോൾ ഓപ്ഷൻ 2 ആണ് നമ്മുടെ ആൻസർ. അടുത്ത് നോക്കാം. സീ ദ പിക്ചർ പാറ്റേൺ, പുട്ട് ടിക്ക് മാർക്ക് ഓൺ ദ പിക്ചർ വിച്ച് കംസ് നെക്സ്റ്റ്. അപ്പോൾ നോക്കാം, ഈ ഒരു പാറ്റേണിൽ അടുത്തതായിട്ട് ഏതാണ് വരിക എന്ന് കണ്ടുപിടിക്കണം. നോക്കൂ, ഇപ്പോൾ ഇവിടെ അവസാനത്തെ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരാം കേട്ടോ. അവസാനത്തെ ഓപ്ഷനാണ് ആൻസർ ആയിട്ട് വരാം. അപ്പോൾ നമുക്ക് ഇനി ആക്ടിവിറ്റി 4 പോകാം. ആക്ടിവിറ്റി 4 കാർ റേസ്. മീര ആൻഡ് മിത്ര സ്റ്റാർട്ടഡ് പ്ലേയിങ് കാർ റേസ് ഓൺ ദ കമ്പ്യൂട്ടർ. സീ ദ പോയിന്റ്സ് ദേ ഗോട്ട്. അപ്പം മീരയ്ക്കും മിത്രയ്ക്കും കിട്ടിയ പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട് റൗണ്ട് 1ലും റൗണ്ട് 2ലും ആയിട്ട്. ക്വസ്റ്റ്യൻ എ, ഹൗ മെനി പോയിന്റ്സ് ഡിഡ് ഈച്ച് വൺ ഗെറ്റ്? ഓരോരുത്തർക്കും എത്ര പോയിന്റ് കിട്ടി? അപ്പം മീരയ്ക്ക് എത്ര പോയിന്റ് കിട്ടി ഇതെങ്ങനെ കണ്ടുപിടിക്കും? മീരയുടെ റൗണ്ട് 1ഉം റൗണ്ട് 2ലും പോയിന്റ്സ് തമ്മിൽ നമുക്ക് കൂട്ടണം അല്ലേ? എത്രയൊക്കെയാ മീരയുടെ പോയിന്റ്സ്? എത്രയൊക്കെയാ? 495 പ്ലസ് 1805. അപ്പം എത്ര കിട്ടി? 2300. ഇനി മിത്രയുടെ പോയിന്റ്സോ? 515 പ്ലസ് 1685. അപ്പം എത്ര കിട്ടി? 2200. ക്വസ്റ്റ്യൻ ബി, ഹു ഗോട്ട് മോർ പോയിന്റ്സ്? ആർക്കാണ് കൂടുതൽ പോയിന്റ്സ് കിട്ടിയത്? ആർക്കാണ്? മീരയ്ക്കാണ് കിട്ടിയത്. ഹൗ മച്ച് മോർ? എത്ര കൂടുതൽ? മിത്രയേക്കാൾ എത്ര കൂടുതൽ എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? മീരയുടെ പോയിന്റിൽ നിന്ന് മിത്രയുടെ പോയിന്റ് കുറയ്ക്കുക. 2300 മൈനസ് 2200 ഈസ് ഈക്വൽ ടു 100 പോയിന്റ്സ്. ക്വസ്റ്റ്യൻ സി, വിച്ച് ഈസ് ദ നെക്സ്റ്റ് നമ്പർ ഇൻ ദ പാറ്റേൺ? ഫൈൻഡ് ഇറ്റ് ഫ്രം ദ ഗിവൺ നമ്പേഴ്സ്. തന്നിരിക്കുന്ന പാറ്റേണിൽ അടുത്ത നമ്പർ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം നോക്കേണ്ടത് ഈ ഒരു പാറ്റേൺ കൂടിയിട്ടാണോ പോകുന്നത് കുറഞ്ഞിട്ടാണോ പോകുന്നത് എന്ന് കണ്ടുപിടിക്കാം. ഈ പാറ്റേൺ ഓരോ നമ്പർ കടക്കും തോറും കൂടി പോകുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ എത്ര വെച്ച് കൂടി എന്ന് കണ്ടുപിടിക്കാനായിട്ട് രണ്ടാമത്തെ നമ്പറിൽ നിന്ന് ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇവിടെ 1200 മൈനസ് 1000 ഈസ് ഈക്വൽ ടു 200. അപ്പോൾ നമുക്ക് മനസ്സിലായി 200 വെച്ചിട്ട് കൂടി പോകുന്നുണ്ട് എന്ന്. അത് കറക്റ്റ് ആണോ എന്ന് അറിയാനായിട്ട് നമ്മൾ കൂട്ടി നോക്കാം. അപ്പൊ 1000 പ്ലസ് 200 ചെയ്തപ്പോൾ 1200 കിട്ടി. ഇനി അടുത്തത് ശരിയാണോ എന്ന് നോക്കാം. 1200 1200 പ്ലസ് 200 എന്ന് പറയുമ്പോൾ 1400 ആവുള്ളൂ അല്ലേ? അപ്പൊ അവിടെ 200 വെച്ചിട്ടല്ല കൂടിയത്. എത്ര വെച്ച് കൂടി? അവിടെ 250 വെച്ച് കൂടി അല്ലേ? ആദ്യത്തെ നമ്പറിന്റെ കൂടെ 200 കൂടി, രണ്ടാമത്തെ നമ്പറിന്റെ കൂടെ 250 കൂടി. ഇനി മൂന്നാമത്തെ നമ്പറിന്റെ കൂടിയോ? എത്ര കൂടിയപ്പോഴാണ് അടുത്ത നമ്പർ കിട്ടിയത്? നോക്കൂ, 250 ആണോ? അല്ല, അവിടെ 300 കൂടിയപ്പോഴാണ് അടുത്ത നമ്പർ കിട്ടിയത് അല്ലേ? അപ്പോ ലാസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 350 ആഡ് ചെയ്യണം. നമ്മൾ നോർമലി ചെയ്യുന്ന ഒരു പാറ്റേൺ ഒരു സെയിം നമ്പർ വെച്ച് കൂടി പോകുന്നതാണ്. ഇവിടെ എന്താ വ്യത്യാസം? ആ കൂടി പോകുന്ന നമ്പറിനും ഒരു പാറ്റേൺ ഉണ്ട്. എത്രയാണത്? അത് 50 വെച്ച് കൂടി പോകുന്ന ഒരു പാറ്റേൺ ആയിരുന്നു അല്ലേ? 1000ന്റെ കൂടെ 200, അടുത്ത നമ്പറിന്റെ കൂടെ 250, പിന്നത്തെ നമ്പറിന്റെ കൂടെ 300, പിന്നത്തെ നമ്പറിന്റെ കൂടെ 350. അപ്പൊ അടുത്ത നമ്പർ ഉണ്ടായിരുന്നെങ്കിലോ? അത് 400. പിന്നത്തെ നമ്പർ ആണെങ്കിലോ 450. അങ്ങനത്തെ ഒരു പാറ്റേണിൽ കൂട്ടി പോകുമ്പോഴാണ് ഇവിടെ ഫില്ലാകുന്നത്. അപ്പോൾ ഇവിടെ എത്ര കിട്ടി? 1750ന്റെ കൂടെ 350 ആഡ് ചെയ്തപ്പോൾ 2100 ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ആക്ടിവിറ്റി 5 നോക്കാം. ആക്ടിവിറ്റി 5നും എ ക്വസ്റ്റ്യനും ഉണ്ട്, ബി ക്വസ്റ്റ്യനും ഉണ്ട്. ഇഷ്ടമുള്ള ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പൊ നോക്കാം. പ്ലേ എക്യുപ്മെന്റ്സ്. Meera, the sports club secretary with teachers, went to purchase sports equipments for the school.
They had 5,500 rupees. അപ്പം മീര ടീച്ചേഴ്സുമായിട്ട് എന്താണ് കുറച്ച് സ്പോർട്സ് എക്യുപ്മെന്റ്സ് വാങ്ങാനായിട്ട് പോവാണ്. അവരുടെ കയ്യിൽ 5,500 രൂപയുണ്ട്. അപ്പം നമുക്കിവിടെ പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് ഓരോ ഐറ്റത്തിനും എത്ര രൂപയാണ് എന്നുള്ളൊരു ടേബിൾ തന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോക്കാം, ഓരോ ഐറ്റം നോക്കാം, അതിന്റെ വില നോക്കാം. ക്വസ്റ്റ്യൻ എ, ഫൈൻഡ് ദ ടോട്ടൽ പ്രൈസ്. അപ്പോൾ തന്നിരിക്കുന്ന ഐറ്റംസിന്റെ വിലകൾ കണക്കാക്കി ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കൂ, ക്രിക്കറ്റ് ബോൾ ബാറ്റ്. ക്രിക്കറ്റ് ബോളിനും ബാറ്റിനും 1,230 ആണെന്ന് മുകളിലെ ടേബിളിലുണ്ട്. അത് നോക്കി കൃത്യമായിട്ട് താഴത്തേക്ക് എഴുതി വെക്കാം. ഷട്ടിൽ ബാറ്റിനും കോർക്കിനാണെങ്കിലോ 970 റുപ്പീസ്. ക്യാരം ബോർഡിനാണെങ്കിലോ 1,300 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കാം? ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടി ആഡ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 3,500 റുപ്പീസ്. അവിടെ റുപ്പീസ് എന്ന് എഴുതാനായിട്ട് മറക്കരുത്. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ദ ബാലൻസ് എമൗണ്ട്. ബാലൻസ് കണ്ടുപിടിക്കുക. ബാക്കി എത്ര രൂപയുണ്ട്? അവരുടെ കയ്യിൽ 5,500 രൂപയുണ്ടായിരുന്നു. അവർ 3,500 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. ബാക്കി കണ്ടുപിടിക്കാനായിട്ട് 5,500 റുപ്പീസ് മൈനസ് 3,500 റുപ്പീസ് ഈസ് ഈക്വൽ ടു 2,000 റുപ്പീസ്. 2,000 രൂപയാണ് അവരുടെ കയ്യിൽ ബാക്കിയുള്ളത്. ക്വസ്റ്റ്യൻ സി, വാട്ട് ക്യാൻ ബി പർച്ചേസ്ഡ് മോർ. അങ്ങനെയാണെങ്കിൽ ഇനി എന്തെല്ലാം അവർക്ക് വാങ്ങാൻ പറ്റും? ബാക്കി 2,000 രൂപയുണ്ടല്ലോ, അപ്പോൾ എന്തെല്ലാം വാങ്ങാൻ പറ്റും? ബാക്കിയുള്ള ഐറ്റംസ് നോക്കാം. ടേബിളിൽ ബാക്കി എന്തൊക്കെ ഉണ്ട്? ഹെൽമെറ്റ് ഉണ്ട്, ജേഴ്സി ഉണ്ട്, വോളിബോൾ നെറ്റ് ഉണ്ട്, വോളിബോൾ ബോൾ ഉണ്ട്. അതിന്റെ വിലകൾ തന്നിട്ടുണ്ട്. അതിൽ നോക്കിയിട്ട് 2,000 താഴെ ഒതുങ്ങുന്ന എന്തെല്ലാം ഐറ്റംസ് നമുക്ക് വാങ്ങിക്കാം എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ വോളിബോൾ നെറ്റും വാങ്ങിക്കാൻ പറ്റും അല്ലേ? അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ വോളിബോൾ നെറ്റിനാണെങ്കിൽ 860 റുപ്പീസും വോളിബോളിനാണെങ്കിൽ 1,099 റുപ്പീസും. രണ്ടും കൂടി കൂട്ടുമ്പോൾ 1,959 ആവുള്ളൂ. 2,000 കടന്നു പോവില്ല. അപ്പോൾ അത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും. ഇനി ആക്ടിവിറ്റി 5B നോക്കാം. ഓണം. ഭാഗ്യ വിത്ത് ഹെർ പാരൻസ് വെൻ ടു ബൈ ഡ്രസ് ഫോർ ഓണം. ദേ ഹാഡ് 7,000 റുപ്പീസ്. ഭാഗ്യയും അവളുടെ പാരൻസും കൂടി ഓണത്തിന് ഡ്രസ്സ് വാങ്ങാൻ പോവാണ്. അവരുടെ കയ്യിൽ 7,000 രൂപയുണ്ട്. പ്രൈസ് ലിസ്റ്റ് തന്നിട്ടുണ്ട്. ആ ഒരു ടേബിൾ ഉണ്ട്. ഓരോ ഐറ്റത്തിന് എത്ര രൂപയാണെന്നും തന്നിട്ടുണ്ട് ടേബിളിൽ. ക്വസ്റ്റ്യൻ എ, സീ ദ ഡ്രസ് ബോട്ട് ഫോർ ഭാഗ്യ ആൻഡ് ഹെർ ബ്രദർ. വാട്ട് ഈസ് ദ ടോട്ടൽ പ്രൈസ്? ഷർട്ട്, പാൻസ്, ലാച്ചയും വാങ്ങിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര രൂപയായെന്നാണ്. അപ്പോൾ ടോട്ടൽ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? അത് മൂന്നും കൂടി ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 3,500 റുപ്പീസ്. 3,500 രൂപ. ഇനി അടുത്ത് നോക്കാം. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ദ റിമൈനിങ് എമൗണ്ട്. ബാലൻസ് രണ്ടും സെയിം ആണ്. ബാക്കി എത്രയുണ്ട്? ബാക്കി എത്ര എമൗണ്ട് ഉണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കയ്യിലുണ്ടായിരുന്ന 7,000 റുപ്പീസിൽ നിന്ന് ചിലവാക്കിയ 3,500 റുപ്പീസ് മൈനസ് ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 3,500 റുപ്പീസ് ആണ് അവരുടെ കയ്യിൽ ഇനി ബാലൻസ് ഉള്ളത്. ക്വസ്റ്റ്യൻ സി, ദേ വാണ്ട് ടു ബൈ ടീഷർട്ട് ഫോർ ഫാദർ ആൻഡ് സാരി ഫോർ മദർ. വിൽ ദ ബാലൻസ് എമൗണ്ട് ഈസ് സഫിഷ്യന്റ്. അതായത് അവർക്ക് ഇനി ഫാദറിന് ഒരു ടീഷർട്ടും മദറിന് ഒരു സാരിയും വാങ്ങണം. അങ്ങനെയാണെങ്കിൽ കയ്യിലുള്ള ഈ പൈസ തികയുമോ, വാങ്ങിക്കാൻ പറ്റുമോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കാം. അവിടെ ഐറ്റംസിന്റെ അവിടെ ടീഷർട്ട്, സാരി എന്ന് എഴുതുക. ടീഷർട്ടിന് നേരെ ടീഷർട്ടിന്റെ വില എഴുതുക. എത്രയാണ്? 950 റുപ്പീസ്. സാരിക്ക് നേരെ സാരിയുടെ വില എഴുതുക. 2,100 റുപ്പീസ്. അപ്പോൾ ടോട്ടൽ എത്രയായി? ടോട്ടൽ 3,050 റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ 3,500 റുപ്പീസ് അവരുടെ കയ്യിലുണ്ട്. അപ്പോൾ 3,050 റുപ്പീസേ ഇനി നമുക്ക് ആവശ്യമുള്ളൂ സാധനങ്ങൾ വാങ്ങാനായിട്ട്. അപ്പോൾ ഇത് സഫീഷ്യൻ്റ് ആണ് അല്ലേ? ആ പൈസ തികയും, സഫീഷ്യൻ്റ് ആണ്. അപ്പോൾ സഫീഷ്യൻ്റ് എന്ന ബോക്സിൽ ടിക്ക് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വീഡിയോസ് ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കണം. താങ്ക് യു.